ഒല്ലൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം വാഗയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ദേവസിയുടെ ഭാര്യ എൽസി, റഫേലിന്റെ ഭാര്യ മേരി എന്നിവരാണ് മരിച്ചത്. ആനമല റോഡിൽ കബാലി വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ചു. അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപത്ത് വെച്ചാണ് കാട്ടാന കാർ ആക്രമിച്ചത്. ആർക്കും പരിക്കില്ല. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീരസംഗമം ക്ഷീരസ്മിതം പരിപാടിക്ക് ശ്രീനാരായണപുരത്ത് തുടക്കമായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ്സിടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം വാഗയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ദേവസിയുടെ ഭാര്യ 72 വയസ്സുള്ള എൽസി, പൊറാട്ടുകര വീട്ടിൽ റാഫേലിന്റെ ഭാര്യ 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ചിയ്യാരം ഗലീലി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇരുവരുടെയും മൃതദേഹങ്ങൾ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആനമല റോഡിൽ കബാലി വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ചു. ആനമല പാതയിൽ അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപത്ത് വെച്ചാണ് കാട്ടാന കാർ ആക്രമിച്ചത്. പിറവത്തു നിന്നും മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കബാലി എന്നറിയപ്പെടുന്ന ഒറ്റയാൻ തകർത്തത്. ഈ സമയത്ത് സഞ്ചാരികൾ കാറിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. കാറിന്റെ ബോണറ്റിന്റെ ഭാഗമാണ് തകർന്നത്. കാട്ടാനയെ കൺമുൻപിൽ കണ്ട് ഭയന്നെങ്കിലും ഉടൻ കാറുമായി ഇവർ രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. മലക്കപ്പാറ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. P. ഭാസ്കരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച നീലക്കുയിലിന് 70 വയസ്സ്. K. രാഘവൻ അനുസ്മരണം വിടവാങ്ങിയ ഭാവഗായകൻ P. ജയചന്ദ്രനുള്ള ബാഷ്പാഞ്ജലിയായി. യേശുദാസ് ഗാനഗന്ധർവനാണെങ്കിൽ ജയചന്ദ്രൻ ഭാവഗന്ധർവനാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഒരു ആൽമരത്തിനു കീഴെ മറ്റൊരു ആൽമരം വളരില്ലെന്ന നാടൻ ചൊല്ലിനെ നിരാകരിച്ച് വളർന്ന ആൽമരമായിരുന്നു ജയചന്ദ്രൻ. അവസരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് ജയചന്ദ്രൻ തയ്യാറായിരുന്നില്ല. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ P. ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 70 വർഷം മുൻപ് പ്രദർശനം തുടങ്ങിയ നീലക്കുയിൽ സിനിമ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച സിനിമയായിരുന്നുവെന്ന് പ്രഭാഷണത്തിൽ E. ജയകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി CS തിലകൻ, ബക്കർ മേത്ര, C. നന്ദകുമാർ, സിറാജുദ്ദീൻ, EG സുഗതൻ, ശശിധരൻ, CG ശ്യാമള എന്നിവർ നേതൃത്വം നൽകി. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീരസംഗമം ക്ഷീരസ്മിതം പരിപാടിക്ക് ശ്രീനാരായണപുരത്ത് തുടക്കമായി. 2 ദിവസങ്ങളിലായി ശ്രീനാരായണപുരം SB കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ച് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പതാക ഉയർത്തി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N. വീണ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാർങ്ങധരൻ, KA കരീം, ആമണ്ടൂർ ക്ഷീരസംഗമം പ്രസിഡന്റ് OK സദാനന്ദൻ, ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ K. ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട 30ഓളം സ്റ്റാളുകളുള്ള ഡയറി എക്സ്പോ 2025 മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ ശില്പശാലകളും ഘോഷയാത്രയും നടന്നു. നെല്ല് വിളവെടുക്കാറായതിനെ തുടർന്ന് കർഷകർ പാടശേഖരത്തിന്റെ തോട്ടിലെ വെള്ളം ഒഴുക്കിക്കളയാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. പുത്തൻചിറ വില്ലുമംഗലം പാടശേഖരത്തിന്റെ തോട്ടിലാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. വെള്ളം ബണ്ടിനു സമീപത്തേക്ക് ഒഴുക്കിവിട്ട് എഞ്ചിൻ ഉപയോഗിച്ച് പുറത്തേക്ക് അടിച്ചു വറ്റിക്കുകയാണ്. കണ്ടം ഉണങ്ങിയതിനു ശേഷം മാത്രമേ കൊയ്ത്തുമിരി യന്ത്രം ഇറങ്ങുകയുള്ളൂ. കൂടാതെ ട്രാക്ടർ കെട്ടിയ ട്രോളി ഇറക്കി നെല്ലും വൈക്കോലും കൊണ്ടുപോകുന്നതിനും വെള്ളം പൂർണ്ണമായും വറ്റിയാൽ മാത്രമേ സാധിക്കൂ. ഈ സാഹചര്യത്തിലാണ് പാടശേഖര സെക്രട്ടറി PC ബാബുവിന്റെ നേതൃത്വത്തിലുള്ള കർഷകർ തോട് ശുചീകരിക്കുന്നത്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി എഴുത്തിന്റെ വിസ്മയകാലം MT അനുസ്മരണം സംഘടിപ്പിച്ചു. വാസുദേവൻ പനമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി,
MT കാലത്തിനപ്പുറം എന്ന വിഷയത്തിലും സംവിധായകൻ പ്രേംലാൽ MTയുടെ ചലച്ചിത്ര സഞ്ചാരങ്ങൾ എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി. സാധാരണ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും MTയുടെ നോവലുകളൊന്നും വായിക്കാറില്ല എന്ന് തോന്നും. പക്ഷെ ഞാനത് അന്ന് വായിച്ച ഓർമ്മ മാത്രമേ എനിക്ക് ആ നോവലിനെ കുറിച്ചുള്ളൂ. രണ്ടാമതോ ഒരു തവണ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ കാസറ്റിന് വേണ്ടിയിട്ട് ഓടിപ്പോകുന്ന ആ ഇടവഴി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉള്ളി മുപ്പിച്ച ചോറിൻ്റെ ഗന്ധം ഇപ്പോഴും മനസ്സിലുണ്ട്. പകഴടിക്കുന്ന ശബ്ദവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ നോവലിസ്റ്റ് എന്നൊക്കെ എനിക്ക് പറയാവുന്നത് MT വാസുദേവൻ നായർ തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ കണ്ടത് പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ തുമ്പൂരിൻ്റെ കാര്യം പറഞ്ഞല്ലോ. തുമ്പൂർ എൻ്റെ കഥ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് മട്ടന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ മലയാളം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് MT വാസുദേവൻ നായരായിരുന്നു. ഇന്ന് ഞാൻ പ്രസംഗിച്ചത് അസ്വസ്ഥമായ യുവതലമുറയെക്കുറിച്ചായിരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച വിനോദയാത്ര കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 44 അംഗങ്ങൾ യാത്രയിൽ പങ്കെടുത്തു. മെമ്പർമാരായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, ഷിനി ജയ്സൺ, ആരോഗ്യ പ്രവർത്തകരായ ദിനേഷ് കുമാർ, സുധീർ, പാലിയേറ്റീവ് നഴ്സുമാരായ സിജി, ലേഖ, ആശാപ്രവർത്തകരായ ലില്ലി ജോയ്, മോളി ലോനപ്പൻ, ജയപ്രഭ, ഗീത എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് യാത്രയ്ക്ക് വേണ്ട സൗജന്യ വാഹന സൗകര്യവും സുനിൽ വല്ലപ്പാടി എല്ലാവർക്കും ഭക്ഷണ സൗകര്യവും ഒരുക്കി. യാത്രയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ, മുസരീസ്, അഴീക്കോട് പള്ളി, കുഴുപ്പുള്ളി ബീച്ച് എന്നിവിടങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ അറിയിച്ചു. വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിന്റെ ആഘോഷവും UNSDGS ഗ്ലോബൽ സ്കൂൾ മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രഖ്യാപനവും ഫാബ് ഇന്ത്യ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ആഘോഷവും നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉമരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത ഗായകൻ പട്ടുറുമാൽ, റിയാലിറ്റി ഫെയിം ഫിറോസ് ബാബു മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ അനിത ബാബു, വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചന ബാബു, PK അബ്ദുൽ ഖാദർ ഹാജി, ബേബി VV ഇസ്മായിൽ ഹാജി എന്നിവർ സംസാരിച്ചു. പഠന പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിൽ വാർഷികം ആഘോഷിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ നന്മകളും ഏറ്റുവാങ്ങുന്ന ഒരു വിദ്യാലയം, ഏത് വിദ്യാലയം അങ്ങനെയാണ്. ആശാ ഭാരത് സംസ്കാരത്തിൻ്റെ, മാതൃരാജ്യത്തിൻ്റെ പാരമ്പര്യമാണ് നമ്മളെ നയിക്കേണ്ടത്. എല്ലാ വിദ്യാലയവും രാജ്യത്തെ തലമുറയെ വാർത്തെടുക്കുകയാണ്. മതേതരമായ നമ്മുടെ ഭരണഘടന നൽകുന്ന മതേതര സങ്കല്പത്തിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും കാണാൻ, അല്ലേ, വസുദൈവിക കുടുംബം എന്ന് ലോകത്തിന് മന്ത്രമൂടിയ നാടാണ്. എല്ലാ നന്മകളും സ്വീകരിച്ച ഒരു ജനതയുടെ സൽപാരമ്പര്യമാണ് നമുക്കുള്ളത്. മഹത്തായ ഈ വിദ്യാലയം, സരസ്വതി വിദ്യാലയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മഹത്വമായി. വിനയത്തിൻ്റെ സമൂർത്ത രൂപമാണ് സരസ്വതി. എല്ലാ നന്മകളുടെയും, എല്ലാ ഐശ്വര്യങ്ങളുടെയും, എല്ലാ അറിവിൻ്റെയും, എല്ലാ ഐശ്വര്യത്തിൻ്റെയും രൂപം. പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാലയത്തിൻ്റെ ഓരോ പടവുകൾ ഏതാണ്ട് 4 നൂറ്റാണ്ടിലേക്ക് ഈ വിദ്യാലയം കടക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് പഠിച്ചുപോയി രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി വളർന്നിരിക്കുന്നു. പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബിന്ദു ശിവദാസ്, വിദ്യാലയം സെക്രട്ടറി സുദർശനൻ, BVN ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ്, വാർഡംഗം അനില, സുനിൽ, പൂപ്പത്തി യോഗക്ഷേമ സഭ പ്രസിഡന്റ് വിഷ്ണു നമ്പൂതിരി, ബാലകൃഷ്ണൻ, രവി നെടുമുറി, പ്രഹ്ലാദൻ, ശശിധരൻ, അമുക്കറി, ജയ്സേനൻ, പുഷ്പഹസൻ, നോമന, ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ശശീന്ദ്രൻ, ശ്രുതി, സിജു, ശങ്കരൻ മേലേടം, സജിത എന്നിവർ പ്രസംഗിച്ചു.
പുരോഗമന കലാസാഹിത്യ സംഘം മാള മേഖല കമ്മിറ്റി സഫ്ദർ ഹാഷ്മി MT അനുസ്മരണം സംഘടിപ്പിച്ചു. MC പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. രമ ടീച്ചർ സഫ്ദർ ഹാഷ്മി അനുസ്മരണവും കവിയും നിരൂപകനുമായ ജോയ് ജോസഫ് MT അനുസ്മരണവും നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി ഷീബ ഗിരീശൻ കലോത്സവ വിജയി ഉണ്ണിമായ കവിതയും വരുൺ അനിൽ പ്രേമൻ ബിസ രാജേഷ് തുടങ്ങിയവർ ഗാനങ്ങളും ആലപിച്ചു. അഡ്വക്കേറ്റ് ജയരാമൻ TK കബീർ CR പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസ്ലിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ബമ്പർ സമ്മാനം വിതരണം ചെയ്തു. സംഘാടക സമിതി തയ്യാറാക്കിയ സമ്മാന കൂപ്പണിന്റെ ബമ്പർ സമ്മാനമായ TVS സ്കൂട്ടർ വിജയിയായ മുള്ളക്കപ്പറമ്പിൽ സതീഷ് കുമാർ ആമ്പലൂരിന് സമ്മാനിച്ചു. ഇടി ടൈസൺ MLA താക്കോൽ കൈമാറി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹറാബി ഉമ്മർ, നജുമർ സക്കീർ, അസീം, അംബിക, ശിവപ്രിയൻ, ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, വാർഡ് മെമ്പർ സുമിത ഷാജി, മുസ്ലിസ് മാനേജർ അഖിൽ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനമോടിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി PSHSS തിരുമുടിക്കുന്ന് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 9-8 വാർഡ് ഗ്രാമസഭാ മീറ്റിംഗിൽ റോഡ് സേഫ്റ്റി ക്ലാസ് നടത്തി. കൂറ്റൂക്കാരൻ ഗ്രൂപ്പ്, SEMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായി SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. SEMS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നിഖിൽ അശോക്, സുജയ് കൊച്ചുനാരായണൻ എന്നിവർ ക്ലാസ് നയിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വാർഡ് മെമ്പർമാരായ ലിജോ ജോസ്, ബിജോയ് വർഗീസ്, ഹരിതകർമ്മസേന കോർഡിനേറ്റർ രമ്യ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ 2 ദിവസമായി നടത്തിയ സഹവാസ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക MK ഡൈനി, മുൻ പ്രധാന അധ്യാപകരായ P സുരേന്ദ്രൻ, TR ജയ, അധ്യാപിക ഷീജ ശ്രീധർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തി. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി ഉദ്ഘാടനം ചെയ്തു. PS പ്രീതിൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മിനി ദാസൻ, സദാശിവൻ കുറുവത്ത, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, PC ചിന്നമണി, വിജയകുമാർ, ലിജോ മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയ്യാരം വാഗയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ദേവസിയുടെ ഭാര്യ എൽസി, റഫേലിന്റെ ഭാര്യ മേരി എന്നിവരാണ് മരിച്ചത്. ആനമല റോഡിൽ കബാലി വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ചു. അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപത്ത് വെച്ചാണ് കാട്ടാന കാർ ആക്രമിച്ചത്. ആർക്കും പരിക്കില്ല. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീരസംഗമം ക്ഷീരസ്മിതം പരിപാടിക്ക് ശ്രീനാരായണപുരത്ത് തുടക്കമായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.